ഞാൻ എങ്ങനെയാണ് ഓർക്കിഡ്സ് വളർത്തുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമില്ലേ? ഒരുപാട് കാലമായിട്ട് പലരും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡുകൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. എങ്ങനെയാണ് ഒരു ഓർക്കിഡ് വളർത്തി അതിന് ഫ്ലവർ ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ എപ്പിസോഡ്സിൽ നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ കുറച്ച് ഓർക്കിഡ്സ് നിങ്ങൾക്ക് എടുത്തിട്ടുണ്ട്. അതായത് വൺസീഡിയം, അതുപോലെ ഡെൻഡ്രോബിയം, കാറ്റ്ലിയ, ടൊളുമിയ. ഈ ഇത്രയും പ്ലാന്റുകൾ നമ്മൾ പോട്ട് ചെയ്ത് വളർത്തുന്ന പ്ലാന്റുകളാണ്. അത്യാവശ്യം ലൈറ്റ് വേണ്ട പ്ലാന്റ് കാറ്റഗറിയുമാണ്. അപ്പം ഇതൊരു ബിഗിനർ ഓർക്കിഡും കൂടി ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇതിനെ എങ്ങനെ വളർത്തി ഫ്ലവർ ചെയ്യിപ്പിച്ച്, അല്ലെങ്കിൽ അത് എന്തെങ്കിലും കേടുകൾ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ വരുന്നുണ്ടെങ്കിൽ ലൈവായിട്ട് നമുക്കതെല്ലാം ഷെയർ ചെയ്യാം. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ കമന്റ് ബോക്സിലൂടെ നമുക്ക് കൂടി ഷെയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ചെറിയ പ്ലാന്റിനെ എങ്ങനെയാണ് നടുന്നതെന്നുള്ളതാണ്. അതായത് അതിന്റെ പോട്ടിംഗ് രീതിയാണ് നമ്മൾ ഫസ്റ്റ് തന്നെ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ എടുത്ത 4 കാറ്റഗറിയിലെ പ്ലാന്റുകൾ നമുക്ക് ഫസ്റ്റ് ഒന്ന് പോട്ട് ചെയ്യാം. അപ്പം അതിനായിട്ട് ഇങ്ങനെ ചട്ടിയിലിരിക്കുന്ന നിറയെ വേരുകളായിട്ടിരിക്കുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ ഈ വേരുകൾ അധികം പൊട്ടാത്ത രീതിയിൽ എങ്ങനെ എടുക്കണമെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് ഇടുകയെന്നുണ്ടെങ്കിൽ അത് കുറച്ച് നന്നായിട്ട് കുതിർന്നിട്ട് പെട്ടെന്ന് ഇളകി വരും. അപ്പോൾ നമുക്ക് ഈ പ്ലാന്റ്സിനെ എല്ലാം ഒന്ന് നല്ല പ്യുവർ വാട്ടറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഒരു 5 മിനിറ്റ് നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചാൽ ആ റൂട്ടൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് പെട്ടെന്ന് അതിങ്ങനെ ഇളകി വരും. ഇല്ലെങ്കിൽ ഫുള്ള് പൊട്ടിപ്പോയാൽ അത്രയും ഒരു ഡാമേജ് സ്ട്രെസ് പ്ലാന്റിനുണ്ടാവും. അപ്പോൾ നമുക്ക് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ വെള്ളം ഒഴിച്ച് പ്ലാന്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് നന്നായിട്ട് നനവ് പറ്റിയ പ്ലാന്റ് ആയിരുന്നു. നിങ്ങളുടെ പ്ലാന്റ് വളരെ ഡ്രൈ ആണെങ്കിൽ ഒരു 15 മിനിറ്റ്സ് വരെ വേണമെങ്കിൽ ഇതുപോലെ വെക്കാം കേട്ടോ. അപ്പം ഈ പ്ലാന്റുകൾ നോക്കി ഇപ്പം നല്ല ആ റൂട്ടിൻ്റെ ഒക്കെ കളർ തന്നെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിനെ ഇങ്ങനെ പോട്ട് ചെയ്ത് നടത്തിയെടുക്കാം കണ്ടോ. ഇപ്പോൾ പെട്ടെന്ന് പോട്ടുകൾ ഊരി വരും. വൺസീഡ് ഒക്കെ നിറയെ റൂട്ടാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുത്താൽ നമുക്ക് വേഗം ഇത് ഊരിയെടുക്കാം. ടൊളുമിയൊക്കെ ഒരുപാട് വേരുണ്ട്. അതിന് നമുക്ക് പതിയെ ഇതുപോലെ ഇളക്കി കൊടുക്കാം. മാക്സിമം റൂട്ടുകൾ കിട്ടുന്നതാണ് നല്ലത്. ഇനി റൂട്ട് പൊട്ടിപ്പോയെന്ന് വെച്ചിട്ട് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പുതിയ റൂട്ടുകൾ വേഗം വരും. നമ്മുടെ പ്ലാന്റുകളെല്ലാം ടാഗ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ടാഗ് ഒന്ന് റിമൂവ് ചെയ്തിട്ടില്ല. ഇതുപോലെ കുറച്ച് പേരൊക്കെ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ കുഴപ്പമൊന്നുമില്ല. നാച്ചുറലായിട്ട് പുതിയ റൂട്ടുകൾ വന്നു തുടങ്ങും. ഇപ്പം ഇങ്ങനൊരു തൈ ഇത് കണ്ടോ ഇതിനകത്തോട് വരുന്നത്. പക്ഷെ അത് ഇവ പോയിന്ന് വെച്ചിട്ട് പ്രശ്നമില്ല. അല്ലെങ്കിൽ നമുക്ക് പോട്ട് മുറിച്ചിട്ടെടുക്കണം. അപ്പം പോട്ട് മുറിച്ചാണെങ്കിൽ നമുക്ക് നല്ല മൂർച്ചയുള്ള കത്തിയുണ്ട്. ഈ ചട്ടിയെ മുറിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ആ പ്ലാന്റ്സിനൊന്നും പറ്റാതെ നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യുന്നത് ഫംഗിസൈഡിൽ ഇത് ഡിപ്പ് ചെയ്യാൻ പോകണം. അപ്പോൾ ഫംഗിസൈഡ്സ് നമ്മൾ എപ്പോൾ യൂസ് ചെയ്താലും ഗ്ലൗസ് മാസ്ക് യൂസ് ചെയ്യുന്നത് മസ്റ്റാണ്. മാസ്ക് ഇല്ലെങ്കിലും ഗ്ലൗസ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെറിയ യൂസിനായാലും എപ്പോഴും ഗ്ലൗസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ട ഒന്ന് തന്നെയാണ്. നമ്മൾ എപ്പോൾ പ്ലാന്റുകൾ നട്ടാലും നല്ലൊരു ഫംഗിസൈഡിൽ ഡിപ്പ് ചെയ്തിട്ട് വേണം നടാൻ. അതെന്തിനാന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ പൊട്ടിയ ഭാഗത്ത് മുറിവുകളൊക്കെ ഉണ്ടാവും. ആ മുറിവിലൂടെ പുതിയ രോഗങ്ങളോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫംഗിസൈഡ് ഡിപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ എടുത്ത വെള്ളത്തിലേക്ക് തന്നെ നമുക്ക് ഒരു ലിറ്ററിലേക്ക് 2 ഗ്രാം എന്ന കണക്കാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 2 ഗ്രാമോളം, ഇതൊരു 3/4 ലിറ്റർ വെള്ളമേ ഉള്ളൂ. ഇതിലേക്ക് കുറച്ച് ഫംഗിസൈഡ് ബാവിസിനാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫംഗിസൈഡ് യൂസ് ചെയ്യാം. കഴിയുന്നതും സിസ്റ്റമിക് ഫംഗിസൈഡ് ആണെങ്കിൽ പ്ലാന്റുകളുടെ ഉള്ളിലേക്ക് കയറി ചെന്ന് അതിൻ്റെ രോഗങ്ങളൊക്കെ പെട്ടെന്ന് മാറാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പ്ലാന്റിന് രോഗം ഉണ്ടെന്നല്ല, രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിവെൻഷനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫംഗിസൈഡ് നമ്മൾ കുറച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന സിസേഴ്സും ഇതുപോലെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. വീണ്ടും നമ്മൾ ഈ പോട്ട് മാറ്റിയ ചെടികളെല്ലാം ഈ ഫംഗിസൈഡിൻ്റെ സൊല്യൂഷനിലേക്ക് ഡിപ്പ് ചെയ്യുവാണ്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പ്ലാന്റുകൾക്ക് എന്തെങ്കിലും കോമൺ ആയിട്ട് എന്തെങ്കിലും അസുഖം, മഞ്ഞിപ്പ് അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ എല്ലാ ചെടികളെയും ഒരുമിച്ച് മുക്കാതിരിക്കുക. ആ അസുഖമുള്ള പ്ലാന്റിനെ സെപ്പറേറ്റ് ആയിട്ട് ഡിപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇതൊരു 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ആ ഒരു റൂട്ടിലൊക്കെ ആ ഒരു ഫംഗിസൈഡൊക്കെ പിടിച്ച് കാണും. അപ്പോൾ നമുക്ക് ഇതൊന്ന് പുറത്തോട്ട് എടുക്കാം.
ഇനിയാണ് നമ്മൾ ഈ പ്ലാന്റുകളെ പോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ പോട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഡെഡ് റൂട്ടുകൾ കട്ട് ചെയ്യണം. അതുപോലെ പഴയ പോട്ടിങ്ങുകളെല്ലാം നമ്മൾ റിമൂവ് ചെയ്ത് കളയുകയും ചെയ്യും. അപ്പോൾ ചൊളുങ്ങിയുടെ റൂട്ടുകളെല്ലാം വളരെ വെൽ റൂട്ടാണ്, നല്ല റൂട്ടുകളാണ്, ഡാമേജുകളൊന്നുമില്ല. ചെറിയ ഇലകൾ മാത്രം ഒന്ന് മാറ്റാനേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഓരോ പ്ലാന്റുകളും എടുക്കാം. അപ്പോൾ നമ്മൾ ഇത് 1 സീഡ്സിൻ്റെ ഒരു പ്ലാന്റ് കണ്ടോ. ഈ പ്ലാന്റിൽ നന്നായിട്ട് കൊക്കോ ചിപ്സ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലൈമറ്റിൽ നമ്മൾ ഡെയിലി വാട്ടർ ചെയ്യുന്നുണ്ടെങ്കിൽ കൊക്കോ ചിപ്സ് അധികം വേണ്ട. അപ്പോൾ നമ്മൾ കുറച്ച് ചിപ്സുകൾ ഇതുപോലെ എടുത്ത് കളഞ്ഞു. അന്നേരം കുറച്ച് റൂട്ടൊക്കെ പോവും, പക്ഷെ കുഴപ്പമില്ല. പഴയ പോട്ടിംഗ് മീഡിയ ഇരുന്ന് കഴിഞ്ഞാൽ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നേരത്തെ നമ്മൾ മുക്കിയ ആ ഒരു ഫംഗിസൈഡിലൊന്ന് വാഷ് ചെയ്തെടുക്കുക കണ്ടോ. അപ്പോൾ ആ പഴയ സംഭവങ്ങളെല്ലാം പോയി നല്ല ക്ലീൻ ആയിട്ടുള്ള റൂട്ടായിട്ട് വരും. അപ്പോൾ ഒരു പീസ് ഞാൻ വെച്ചിട്ടുണ്ട്. അത് മാറ്റാത്ത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നല്ല ചൂട് സമയമാണ്. ഈ ചൂട് സമയത്ത് ഭയങ്കര ഓവർ ഡ്രൈ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു തണുപ്പിന് വേണ്ടി ഒരു പീസും അത്യാവശ്യം നല്ലൊരു പീസാണത്. അതുകൊണ്ട് ഞാൻ അത് മാത്രം ഹോൾഡ് ചെയ്തിട്ട് ബാക്കി കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡെഡ് റൂട്ടുകൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കാം. ഇതിൽ വെള്ള റൂട്ടുകൾ വളരെ ഹെൽത്തിയാണ്, കണ്ട നല്ല ലൈവായിട്ടാണ് അതിരിക്കുന്നത്. ഇനി ഇതുപോലെ കറുത്തിട്ടുള്ള റൂട്ടുകളുണ്ട്, അത് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, പഞ്ഞി പോലെ ഇരിക്കും. അങ്ങനത്തെ റൂട്ടുകളൊക്കെ ഡെഡ് ആയിട്ടുള്ള റൂട്ടുകൾ, അതായത് പഴയ വേരുകളൊക്കെ ചീത്തയായിപ്പോൾ പുതിയ വേരുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും പഴയ വേരുകളെ മുറിച്ച് കളയാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അതിരുന്ന് ചീയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇച്ചിരി ബ്രൗൺ ആണെന്ന് വെച്ചിട്ട് ചിലപ്പോൾ അത് റെഡ് ആവണമെന്നില്ല, ടച്ച് ചെയ്യുമ്പോൾ അറിയാൻ കഴിയും. അപ്പോൾ നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ ബാക്കിയുള്ള റൂട്ടുകളെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളുടെ കയ്യിൽ 3 ഡെൻഡ്രോബിയം ഉണ്ട്, ഒരു കാറ്റ്ലിയ ഉണ്ട്. ഈ ഡെൻഡ്രോബിയം കാറ്റ്ലിയും പെട്ടെന്ന് തിരിച്ചറിയാൻ കുറച്ച് ബുദ്ധിമുട്ട് ചിലപ്പോൾ ഉണ്ടാവും. ചില വെറൈറ്റികൾ അങ്ങനെയാണ് കാറ്റ്ലിയയുടെ. അതിൻ്റെ ബൾബുകൾ നോക്കിയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കാറ്റ്ലിയിൽ അധികം പോട്ടിംഗ് മീഡിയ ഇല്ല, അതുകൊണ്ട് തന്നെ ഈ നൂല് പോലെ വന്നിരിക്കുന്ന റൂട്ടുകളെല്ലാം നമുക്ക് മുറിച്ച് കളയാം. ഇത് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ടാൽ കുറച്ച് ആ പഴയ സംഭവങ്ങളെല്ലാം പോയി കിട്ടും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഈ നല്ല വെള്ളത്തിൽ വേണമെങ്കിൽ ചെയ്യാം. നമ്മുടെ കയ്യിൽ ഈ ഒരു സൊല്യൂഷൻ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അതിൽ തന്നെ അങ്ങ് ഡിപ്പ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ക്യാറ്റ് നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ 3 ഡെൻഡ്രോബിയം എടുത്തിട്ടുണ്ട്. ഈ 3 ഡെൻഡ്രോബിയം എടുക്കാൻ കാരണം എന്താണെന്നറിയോ? ഒന്ന് കോമ്പാക്റ്റും വെറൈറ്റി ഡെൻഡ്രോബിയം ആണ്, മറ്റേത് രണ്ടും കുറച്ചുകൂടെ നോർമൽ കാറ്റഗറിയിൽ വരുന്നതുമാണ്. അപ്പം ഈ കോമ്പാക്റ്റത്തിൻ്റെ പ്രത്യേകത എപ്പോഴും പെട്ടെന്ന് ഫ്ലവർ ചെയ്യും. അപ്പോൾ നമുക്കൊരു പ്ലാന്റ് നടുമ്പോൾ പെട്ടെന്ന് പൂവാവാനല്ലേ ആഗ്രഹം. അപ്പോൾ പെട്ടെന്ന് പൂക്കുന്നതിനെ സെലക്ട് ചെയ്താൽ നമുക്ക് കാണുന്നവർക്ക് സന്തോഷമായിരിക്കും, നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവുകയും ചെയ്യും, ഒരു സക്സസ് ആയല്ലോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കോമ്പാക്റ്റും വെറൈറ്റി കൂടി ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 3 ഒന്ന് റിമൂവ് ചെയ്ത് കളയാം. കൊക്കോ ചിപ്സ് ഒട്ടും നമുക്ക് ആവശ്യമേ ഇല്ല സത്യം പറഞ്ഞാൽ. നമ്മൾ പണ്ട് മുതലേ നിങ്ങൾ കണ്ടുവരുന്നത് ഈ കൊക്കോ ചിപ്സിൽ പോട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഞാൻ പണ്ട് മുതലേ കരിയാണ് ഏറ്റവും കൂടുതലായിട്ട് പോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അത് കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല പ്ലാന്റുകൾക്ക്. പിന്നെ ഒരു 4-5 വർഷത്തേക്ക് നമുക്ക് റീപോർട്ട് ചെയ്യേണ്ട ആവശ്യം പോലും വരത്തില്ല. റീപോർട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ റൂട്ടുകളൊക്കെ പൊട്ടിപ്പോവുമല്ലോ, ഈ തൊണ്ടൊക്കെ ആകുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അഴുകും. അപ്പോൾ നമ്മൾ കളയേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും കരി തന്നെ ഉപയോഗിക്കുന്നത്. പിന്നെ ഒച്ചിൻ്റെ ആക്രമണം വളരെ കുറഞ്ഞു കിട്ടും കരി മാത്രം ഉപയോഗിച്ചാൽ. പിന്നെ അതൊരു നാച്ചുറൽ ഫംഗിസൈഡ് കൂടിയാണ് നമ്മുടെ ചാർക്കോള്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കണ്ടോ, അതുകൊണ്ട് കരിയാണ് ഉപയോഗിക്കുന്നത്. ഇതിലിപ്പോൾ റൂട്ടുകൾ അധികം ഇല്ല, എങ്കിൽ പോലും നമ്മൾ നട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് റൂട്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പ്ലാന്റുകൾ എടുക്കുമ്പോൾ ഒട്ടും റൂട്ടില്ലല്ലോ എന്നുള്ളൊരു ഫീൽ വരും. പക്ഷെ അതൊന്നും പ്രശ്നമില്ല, പെട്ടെന്ന് നമുക്കിതിനെ റൂട്ടാക്കി എടുക്കാനുള്ള ടിപ്സൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് വണ്ണും കൂടെ നമ്മൾ പോട്ടിങ് ചേഞ്ച് ചെയ്യുവാണ് കേട്ടോ. ഇതുപോലെ അങ്ങ് കളയുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. നിങ്ങൾ വിചാരിക്കും എല്ലാം പിച്ചിപ്പറിച്ച് കളയുവാണല്ലോ എന്ന്. പക്ഷേ ഇങ്ങനെ ചെയ്തെങ്കിലേ നമ്മുടെ പ്ലാന്റ് നല്ലതായിട്ട് വളർന്നു വരുത്തുള്ളൂ. കണ്ടോ, ഇതെല്ലാം നന്നായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നല്ലൊരു വെള്ളത്തിലൊന്ന് വാഷ് ചെയ്തിട്ട് എടുക്കും.
അപ്പോൾ നമ്മുടെ ചെടിയൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആ ഉപയോഗിച്ച ഫംഗിസൈഡിൻ്റെ ഒരു എഫക്റ്റ് അങ്ങ് പൊക്കാണും. എന്നാലും പ്ലാന്റ് നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അത്യാവശ്യം അകത്തോട്ട് പിടിച്ചിട്ടും ഉണ്ടാവും പ്ലാന്റിൻ്റെ. അപ്പോൾ ഇത്രയും ചെടികൾ നമ്മൾ പോട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഇങ്ങനെ നല്ല നീറ്റായിട്ട് വേണം നമ്മൾ എപ്പോഴും പ്ലാന്റുകൾ പോട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട്. നമ്മൾ എപ്പോഴും സീഡ്ലിങ്സ് പോട്ട് ചെയ്യുന്നത് ഒരു 3.5 ഇഞ്ച് പോട്ടിലായിരിക്കണം. നല്ല ഹോൾസ് ഉള്ള പോട്ടായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ വലിയ പോട്ടിൽ വെക്കണമെങ്കിലും ആകാം. പക്ഷേ എപ്പോഴും വളർച്ച കൂടുതൽ കാണിക്കുന്നത് നമ്മളിങ്ങനെ ഒരു ചെറിയ ഒരു ഏരിയയിൽ വെക്കുമ്പോഴാണ്. അപ്പോൾ അത് പെട്ടെന്ന് അതിൽ ഫില്ലാവാനായിട്ട് ആ പ്ലാന്റിന് ഒരു ടെൻഡൻസി കാണിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ പോട്ടിൽ നിന്ന് തൊട്ട് വലുത് അങ്ങനെ മാറ്റി കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിൽ വലുതാവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു 6 ഇഞ്ച് പോട്ടിലോട്ട് മാറ്റും. അപ്പോൾ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആവുന്നത് പ്ലാന്റിൻ്റെ ഗ്രോത്തിനെ വളരെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പോട്ടിലാണ് നമ്മൾ ഇന്നത്തെ സീഡ്ലിങ്സ് എല്ലാം പോട്ട് ചെയ്ത് വെക്കാൻ പോകുന്നത്. നമ്മൾ പോട്ട് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി കരിയിലാണ്. കരി നന്നായിട്ട് വാഷ് ചെയ്തതായിരിക്കണം. പറ്റുമെങ്കിൽ ഒരു ഫംഗിസൈഡിൽ വാഷ് ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കാം. ഫംഗിസൈഡിൽ വാഷ് ചെയ്യണ്ട എന്ന് പറഞ്ഞത് നാച്ചുറലി കരി എന്ന് പറയുന്നത് ഒരു ഫംഗിസൈഡാണ്. അപ്പോൾ അതുകൊണ്ട് ആവശ്യം വരുന്നില്ല. പക്ഷേ എങ്കിലും ഭയങ്കര ഒരു കറയൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടാനായിട്ട് വെള്ളത്തിലോ ഫംഗിസൈഡിലോ ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഡെൻഡ്രോബിയം അങ്ങ് പോട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ചട്ടിയിൽ നമുക്ക് ഓട് തൊണ്ടൊക്കെ ഉപയോഗിച്ചിട്ട് പോട്ട് ചെയ്യാൻ പറ്റും. ഇനി അത് ഡൗട്ട് ആവണ്ട, അത് ഉപയോഗിച്ചെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. ഞാൻ പേഴ്സണലി ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് കരി ഫസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ചെടി നടുന്ന സമയത്ത് എപ്പോഴും ചെടിയുടെ കടഭാഗം ഈ ചട്ടിയുടെ തൊട്ട് മുകൾ ഭാഗത്തായിരിക്കണം. അതല്ലെങ്കിൽ ഈ പോട്ടിങ് മീഡിയയുടെ അടിയിലേക്ക് പോവാതിരിക്കുക. സാധാരണ നമ്മൾ റോസ ചെമ്പരത്തിയൊക്കെ നടുമ്പോൾ മണ്ണിലേക്ക് ഇറക്കി അല്ലെങ്കിൽ പോട്ടിങ് മീഡിയയിലേക്ക് ഇറക്കിയാണ് നടുന്നത്. പക്ഷെ ഓർക്കിഡ്സിന് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്യേണ്ടത് ഇത് കരിയുടെ അല്ലെങ്കിൽ നമ്മുടെ പോട്ടിങ് മീഡിയയുടെ മുകളിലായിട്ട് വേണം പ്ലേസ് ചെയ്യാനായിട്ട്. ഇതൊക്കെ ബിഗിനേഴ്സ് പലർക്കും അറിയാമായിരിക്കും, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ എപ്പോൾ ഇത് കേടായി പോയി എന്ന് ചോദിച്ചാൽ മതി കേട്ടോ. പെട്ടെന്ന് നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിനെ മുകളിലോട്ട് വെക്കുന്നു, സൈഡ് ഫില്ല് ചെയ്ത് കൊടുക്കും. ഇതാണ് നമ്മുടെ ഓർക്കിഡ്സിന്റെ പോട്ടിങ്ങിന്റെ ഒരു രീതി. എപ്പോഴും ഫസ്റ്റ് കുറച്ച് പോട്ടിങ് ഇട്ട് കൊടുക്കും, എന്നിട്ട് സൈഡ് ഫില്ല് ചെയ്ത് കൊടുത്ത് വേണം പോകാനായിട്ട്. ഇപ്പോൾ പ്ലാന്റ് കുറച്ച് ആട്ടം ഉണ്ടാവും കുറച്ച് ദിവസത്തേക്ക്, പക്ഷേ റൂട്ട് പിടിച്ചു തുടങ്ങുമ്പോൾ അത് നന്നായിട്ട് ഫിക്സ് ആയിട്ട് വരും. ഈ ഹോൾസ് ഉള്ള പോട്ടായതുകൊണ്ട് കരി കുറച്ച് മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. എങ്കിലും നമുക്ക് കുറച്ച് വലിയ പീസുകൾ ഇട്ട് നട്ടാൽ ആ ഒരു ഇഷ്യൂ മാറിക്കിട്ടും. ഇപ്പം നമ്മളിത് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ അനങ്ങാനൊക്കെ ഉള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതിന് ചെയ്യേണ്ടത് നമ്മൾ കൃത്യമായിട്ട് ഒരു സ്ഥലത്ത് അത് പ്ലേസ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഒരു 2 വീക്സ് കൊണ്ട് റൂട്ടൊക്കെ ഫില്ലായി പിടിച്ചു തുടങ്ങും. പിന്നീട് അത് ചലിക്കത്തില്ല. ഒരു കാര്യം ശ്രദ്ധിക്കണം, എപ്പോഴും ഇതിങ്ങനെ അനങ്ങുന്നതും അത്ര നല്ലതല്ല പ്ലാന്റിന്. അതുകൊണ്ട് അതിനെ ഒരു സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസിലേക്ക് മാറ്റി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ പോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു രീതിയാണ് കേട്ടോ. ഇതേ രീതിയിൽ പൊങ്ങിയിട്ട് വേണം ഇരിക്കാനായിട്ട്. നമ്മൾ ഈ എടുത്തിരിക്കുന്ന പ്ലാന്റുകളെല്ലാം കോമൺ ആയിട്ട് ഒരേ രീതിയിൽ പോട്ട് ചെയ്യുന്ന പ്ലാന്റുകളാണ്. അതങ്ങനെ കാണിക്കാൻ കാരണം നമ്മൾ ഒരു എപ്പിസോഡിൽ കുറേ ലിമിറ്റേഷൻസ് ഉണ്ടാവും, നിങ്ങൾക്ക് അത് ഷെയർ ചെയ്ത് തരാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരേ രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന കുറച്ച് കാറ്റഗറിയാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഇപ്പോൾ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പോട്ട് ചെയ്യുന്ന പ്ലാന്റുകൾ മാത്രമേ ഈ എപ്പിസോഡിൽ കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ ആ വീഡിയോസ് ഷെയർ ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ രീതിയിൽ ഞാൻ പോട്ട് ചെയ്ത് പോകാം. ഫസ്റ്റ് നമ്മൾ എടുത്ത 3 ഡെൻഡ്രോബിയം ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അടുത്ത് നമ്മൾ ടൊളുമിയ, കാറ്റ്ലിയ, ഓൺസീഡിയ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ 3ഉം പോട്ടിങ് രീതി ഏകദേശം സെയിം തന്നെയാണ് കേട്ടോ. ഇപ്പോൾ കാണിച്ച അതേ രീതിയിൽ ബൾബ് ഭാഗങ്ങൾ മുകളിലേക്ക് പൊങ്ങി നിൽക്കുക.
അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ പ്ലാന്റ് കേടാവും. ടൊളുമിനിയാണ് അടുത്ത പോട്ട് ചെയ്യുന്നത്. അതിലും നമ്മൾ ഇതേ രീതിയിൽ വെക്കുക. ടൊളുമിനി കൂടുതലും തടികളിലൊക്കെ വെക്കാൻ നല്ലതാണ്, എങ്കിലും നമുക്ക് ഈ രീതിയിലും വളർത്താനായിട്ട് പറ്റും. കൂടുതലും ക്രാഫ്റ്റ് ചെയ്യാനും വുഡിൽ മൗണ്ട് ചെയ്യാനും ആണ് ടൊളുമിനി എല്ലാവരും യൂസ് ചെയ്യുന്നത്. കാരണം വളരെ മിനിയേച്ചറാണ്, വളരെ ചെറിയ ഒരു ചെടിയാണ്. ഇതിൻ്റെ ജൈജാൻറ്റിക് സൈസാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാറ്റ്ലിയും നന്നായിട്ട് പോട്ട് ചെയ്തു. അപ്പോൾ പോട്ടിംഗ് എല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പ്ലാന്റെല്ലാം അടിപൊളിയായിട്ട് നട്ട് നല്ല സെറ്റായിട്ട് ഇരിക്കുവാണ്. ഇപ്പോൾ ഒരു ആട്ടമൊക്കെ പ്ലാന്റിനുണ്ടാവും, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. അത് അങ്ങനെ തന്നെ ഇരുന്ന് വേരുകൾ പിടിച്ചു തുടങ്ങും, നല്ല സെറ്റാവും. അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് വെള്ളം മാത്രം ഒഴിച്ചിട്ട്, ഓൾറെഡി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, എങ്കിലും നമ്മുടെ ഒരു തൃപ്തിക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമ്മളിതിനെ ഇന്നിങ്ങനെ തന്നെ വെക്കാൻ പോവാണ്. ഇപ്പോൾ ചൂട് കൂടുതലുള്ള സമയം ആയതുകൊണ്ട് വേണമെങ്കിൽ ഒരു 2 നേരത്തൊക്കെ വെള്ളം ഒഴിക്കാം. കാരണം നമ്മൾ കരി ഉപയോഗിച്ചാണ് നട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ 2 നേരം വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല. ഇനി ഇന്ന് എന്തെങ്കിലും മെഡിസിൻസ് കൊടുക്കണമെന്ന് വെച്ചാൽ ഇന്ന് വേണ്ട, നമുക്ക് നെക്സ്റ്റ് വീക്കിലായിരിക്കും അടുത്ത ഫെർട്ടിലൈസേഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. കാരണം നട്ട ഉടനെ അതിന് സ്ട്രെസ്സ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ അതിനെ ഫ്രീ ആയിട്ട് വിടുക. അത് നമ്മൾ ഏത് ക്ലൈമറ്റിലേക്കാണ് അഡാപ്റ്റ് ആവേണ്ടത് അവിടെ ഇരുന്ന് അഡാപ്റ്റ് ആയി വരുമ്പോഴത്തേക്കും നല്ലൊരു ഫെർട്ടിലൈസർ, നല്ലൊരു റൂട്ടിംഗ് ഹോർമോണായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പം അന്ന് നമ്മൾ എന്തൊക്കെ കൊടുക്കണം, അടുത്ത ഗ്രോത്തിന് വേണ്ടി എന്തൊക്കെ അപ്ലൈ ചെയ്യണം എന്നുള്ളതൊക്കെ ആ എപ്പിസോഡിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഞാൻ എൻ്റെ UV ഷെഡിലാണ് വെക്കാൻ പോകുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ലൊരു ലൈറ്റുള്ള ഏരിയയിലും നല്ല എയർ ഫ്ലോ ഉള്ള ഒരു ഏരിയയിലും ആയിരിക്കണം വെക്കേണ്ടത്. അപ്പോൾ ഇതുപോലുള്ള ഇരുട്ടുള്ള സ്ഥലങ്ങളിൽ വെച്ചാൽ ഇത് ഗ്രോ ആവത്തില്ല. ഏകദേശം ഒരു 50% എങ്കിലും ലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയ ആയിരിക്കണം. നിങ്ങളുടെ വീട്ടിൽ പോർച്ചിൻ്റെ ഏതെങ്കിലും സൈഡിൽ രാവിലത്തെ ലൈറ്റൊക്കെ കിട്ടുന്ന ഏരിയ ഉണ്ടെങ്കിൽ അവിടെ വെക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഗ്രീൻ ഷെയ്ഡ് നെറ്റുകളോ അല്ലെങ്കിൽ UV ഷെഡുകളോ ഉണ്ടെങ്കിൽ അവിടെ പ്ലേസ് ചെയ്യുക. അപ്പം ഈ പ്ലാന്റുകളെ നമുക്ക് 1 വീക്ക് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ.